ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗോൾഡ് ഈ മാസം നല്ല ബുള്ളിഷാണ്. പിന്നെ ഒരാഴ്ചയും കൂടിയുള്ളത്. ഏകദേശം കഴിഞ്ഞ മാസമൊക്കെ പ്രൈസ് മൂവ് ചെയ്ത് അത്രയും തന്നെ ഈ ഒരു മാസം കഴിയണതിന് മുമ്പ് തന്നെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ്സ് ബുള്ളിഷിലേക്ക് ഉണ്ടായിരുന്നു, അതേപോലെ പുൾ ബാക്കും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വീക്കിൽ ഇപ്പോൾ ഒരു 3 ആഴ്ചയായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷാണ്. അതായത് മാർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൈസ് നല്ല ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കും ബുള്ളിഷ് തന്നെ ആകാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് 3 ഡേയ്സ് നല്ല ബുള്ളിഷായിരുന്നു. അതായത് തേഴ്സ്ഡേയും പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് വന്ന് അതിനുശേഷം പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തു അല്ലേ. പുൾ ബാക്ക് എടുത്ത് നല്ലൊരു പുൾ ബാക്കാണ് തന്നിരിക്കുന്നത്. സാധാരണ തരുന്നത് പോലെ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലൊക്കെ നമുക്ക് ബിയറിഷിലേക്ക് നല്ല സാധ്യതകൾ തന്നിട്ടുണ്ടാണ്. അപ്പോൾ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രൈസ് ബിയർഷിലേക്കുള്ള സാധ്യതകൾക്കും ട്രാപ്പ് തരാതെ എൻട്രി തന്നു. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള, ചിലപ്പോൾ പ്രൈസ് ഇനി നല്ല എഫിഷ്യൻ്റായിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡേയിൽ പ്രൈസ് ഡേയിൽ നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് POയിൽ ടച്ച് ചെയ്താൽ പ്രൈസ് വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യുക. അവിടെ ഒരു 1 അവറിൻ്റെ OB ഉണ്ട്, അതേപോലെ 4 അവറിൻ്റെ. ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടി. നമ്മളിവിടെ നിന്ന് ബൈ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 23 നമ്മൾ പ്രൈസ് വന്നു, ഏകദേശം 37 അല്ലേ. ഒരു $10-15 ഏകദേശം 150 പിപ്സ് നമുക്ക് അവിടെ കിട്ടിയായിരുന്നു. അതിനുശേഷം പ്രൈസ് ഫസ്റ്റ് ടാർഗറ്റൊക്കെ എടുത്ത് അതിനുശേഷം പ്രൈസ് താഴേക്ക് വന്നു. നമ്മൾ ഏറ്റവും ഹൈ പ്രയോറിറ്റി എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞിരുന്നത് വെച്ചാൽ പൊസിഷനിൽ ഒരെണ്ണമായിരുന്നു 4 അവറിൻ്റെ OBയിൽ പ്രൈസ് വന്ന് ട്രിഗറായി അവിടെ പ്രൈസ് വന്നു. അവിടെ നിന്ന് പ്രൈസ് ഏകദേശം ഒരു 300 വരെ വന്നു. ഏകദേശം ഒരു 200 പിപ്സ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷനിൽ നിന്ന് റിയാക്ട് ചെയ്ത് നല്ല ഹൈ പ്രയോറിറ്റിയാണ്. ഞാൻ ഓൾറെഡി ആ ലൈവായിട്ട് അതിലിട്ടതാണ്. ഒരുപാട് പേർക്ക് ഹൈ എൻട്രി കിട്ടിയെന്നും പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നിരുന്നു. സന്തോഷം. അപ്പോൾ നമുക്ക് ഇനി എന്താണ് നമുക്ക് ഈ ആഴ്ചയിലത്തെ 1 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. 1 അവറിൻ്റെ IDയും എടുത്തു, പ്രൈസ് റിയാക്ട് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു, ഏകദേശം ഒരു 50% റിയാക്ട് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് വന്നു. 1 അവറിൻ്റെ OBയിൽ വന്നു. 1 അവറിൽ ഒരു വിക്ക് OB ഉണ്ടായിരുന്നു, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള OB ഉണ്ടായിരുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള OBയിൽ പ്രൈസ് വന്നു, ഏകദേശം 23 ഒരു പൊസിഷനിൽ വന്നു. 47 വരെ പ്രൈസ് മൂവ് ചെയ്തു. അത് ഏകദേശം നമുക്ക് അവിടെ ഒരു 50 മിനിറ്റിൻ്റെ IDയും ഉണ്ടായിരുന്നു. ആ IDയും എടുത്തിട്ടാണ് പ്രൈസ് താഴേക്ക് വന്നത്. അപ്പോൾ അവിടെ നല്ലൊരു കൺഫർമേഷൻ കിട്ടി. ഞാൻ നോക്കുമ്പോൾ ആ ഒരു ട്രേഡ് ഞാൻ ലൈവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു നമ്മൾ. അപ്പോൾ ഇത് ഫെയിലായി കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുന്നത്, നേരെ നമ്മുടെ വിക്ക് OBയിലേക്ക് പ്രൈസ് വരും. വിക്ക് OBയിൽ നമ്മൾ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു. വിക്ക് OBയിൽ പ്രൈസ് വന്നു, അവിടെയും 50 മിനിറ്റിൻ്റെ IDയും എടുത്തിട്ട് പ്രൈസ് താഴേക്ക് വന്നു. ഇപ്പോൾ ഈ ഒരു 4 അവറിൻ്റെ OBയിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രീവിയസ് ഡേയുടെ ലോ എടുത്തിട്ടുണ്ട്, സെക്ഷൻ്റെ ലോ എടുത്തിട്ടുണ്ട്. 50 മിനിറ്റിൻ്റെ ഒരു OB ഉണ്ട് അവിടെ. ഞാൻ 50 മിനിറ്റിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. 1 അവറിൻ്റെ OB ഉണ്ട്, 4 അവറിൻ്റെ OB ഉണ്ട്. ഇത്രയും POI നല്ല റിയാക്ഷനാണ്. പക്ഷെ വന്ന് ട്രിഗറായ ഒരു ടൈമായിരുന്നു അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. നമുക്ക് മൺഡേ ടു ഫ്രൈഡേ, മൺഡേ ടു തേഴ്സ്ഡേ ഏത് ദിവസം വന്നാണെങ്കിലും ചിലപ്പോൾ നല്ല റിയാക്ഷനും ഈ ഒരു മേജർ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ആ ഫ്രൈഡേ ക്ലോസിങ്ങിൻ്റെ ടൈമിലാണ് വന്നത്. പക്ഷേ അത് അത്ര നല്ല ഹൈ പ്രയോറിറ്റി ആയതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ്സ് നമുക്ക് നല്ല രീതിയിൽ കിട്ടി. ഏകദേശം ഒരു 200 പിപ്സ് പ്രൈസ് മൂവ് ചെയ്തു. ഫസ്റ്റ് പ്രോഫിറ്റൊക്കെ അവിടെ നമ്മൾ ബുക്ക് ചെയ്തു. നമുക്ക് ഈ ഒരു ഓർഡർ ഫ്ലോയിൽ തന്നെയായിരുന്നു ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അവിടെ പ്രൈസ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 50 മിനിറ്റിൽ എന്താണ് നമുക്ക് സംഭവിച്ചേക്കണേന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 1 അവറിൻ്റെ OBയിൽ നിന്ന് അവിടെ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചറും ഉണ്ടായിരുന്നു. 50 മിനിറ്റിൽ നമുക്കൊരു IFC ക്യാൻഡിൽ വന്നു, ആ ട്രിഗറായി പ്രീവിയസ് ഹൈ പോയി എടുത്തിട്ടുണ്ട്. നല്ല അവിടെ ട്രാപ്പൊന്നും ഇല്ലായിരുന്നു, നല്ല എൻട്രി ആയിരുന്നു ആ ഒരു എൻട്രി. അതേപോലെ 50 മിനിറ്റ് IDയും എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ സിംഗിൾ ക്യാൻഡിൽ വന്നു, അവിടെയും ഒരു ട്രാപ്പില്ലാഞ്ഞ് പ്രൈസ് നേരെ നമ്മുടെ 1 അവറിൻ്റെ വിക്ക് OB. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിലുണ്ട്, 5 മിനിറ്റിലൊക്കെ ഉണ്ട്. നേരെ പ്രൈസ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് 50 മിനിറ്റ് IDയും, നെക്സ്റ്റ് ഇത് തേർഡ്, അങ്ങനെ നമുക്ക് ഫോർത്ത്, ഇങ്ങനെ നമുക്ക് ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്തു, സെക്കൻഡ് നമുക്ക് ഹിറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, അവിടെ നിന്ന് നമുക്ക് സെക്ഷൻ്റെയും കൂടി ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതുപോലെ തന്നെ കിട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ആ സെക്ഷൻ ക്ലോസ് ചെയ്ത ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ സെക്ഷൻ്റെ ടൈം കൂടി എടുത്തു. അവിടെ നിന്ന് പ്രൈസ് 5 മിനിറ്റ് നമുക്ക് നോക്കിയാൽ നല്ല ട്രേഡ് ഉണ്ട്. ഞാൻ സെക്ഷൻ്റെ ലോ വരെ നോക്കിയാൽ സെക്ഷൻ്റെ ലോയും എടുത്തു, പുതിയ ബ്രേക്ക് ഓപ്ഷൻ തന്നു, പ്രൈസ് ഇങ്ങോട്ട് പോകുന്നു. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഫ്രൈഡേ ഈ ഒരു പൊസിഷനിലൊക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ റിയാക്ട് ചെയ്ത് നിന്നിട്ട് ഒരു നെക്സ്റ്റ് മൺഡേയോടേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് വരുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് വന്നു ലൈവായിട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ
ഇട്ട ട്രേഡുകളല്ല. കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. മാർക്കറ്റ് എൻ്റെ ആകുമെന്ന് വിചാരിച്ച സമയത്ത് പോലും നമ്മൾ ഈ ട്രേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിലിട്ടതാണ്. ഒരുപാട് പേര് ആ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് പല ആൾക്കാരുടെ സംശയം ഇത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ. ഞാനത് പറഞ്ഞാൽ പ്രൈസ് എന്തായാലും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഈ ലോ ബ്രേക്ക് ചെയ്യില്ല ഫ്രൈഡേ ആയതുകൊണ്ട്. ഈ ഒരു പൊസിഷൻ നല്ല ഹൈ പ്രയോറിറ്റി ആയതുകൊണ്ട് ഫ്രൈഡേ ആണെങ്കിൽ ഇപ്പോൾ ഈ ലോ ഫെയിൽ ആകില്ല. പക്ഷേ ഇത് എത്രത്തോളം മൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോഫിറ്റ് ഈ ഒരു പൊസിഷനിലൊക്കെ തന്നെ പ്രോഫിറ്റ് എടുക്കുക. ആ ഒരു പൊസിഷനിൽ പ്രൈസ് ഒന്ന് നിന്നു. ഈ ഒരു പൊസിഷനിൽ തന്നെ വന്നാൽ ഇങ്ങോട്ട് കയറി വരുമെന്ന് ഏകദേശം എനിക്കറിയാമായിരുന്നു. ഇവിടെ ഇപ്പം നിന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ആ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ മൺഡേ സംഭവിക്കാൻ പോകുന്ന ഒന്നെങ്കിൽ പ്രൈസ് വീണ്ടും ഒന്നും കൂടി വന്നൊരു ചാൻസും കൂടി ചിലപ്പോൾ തരാം. പക്ഷേ ചാൻസ് നമുക്ക് തന്നെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റിലേക്ക് ഒന്നൊരു ചേഞ്ച് ഓഫ് കാറ്റൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല, 50 മിനിറ്റിലും ഇല്ല. അപ്പോൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ ലോ വീണ്ടും ഫെയിൽ ചെയ്തിട്ട് കയറിപ്പോയാൽ അത് നല്ലൊരു എൻട്രി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കയറിപ്പോകും, നിങ്ങൾക്ക് വേറെ ഒരു എൻട്രി കിട്ടില്ല. അപ്പോൾ ഒരു 50 മിനിറ്റിൻ്റെ ഇൻറ്റേർണലൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും ഇവിടെ ബൈ ചെയ്യാം. ഈ ഒരു 4 അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഫ്രൈഡേ വന്നതുകൊണ്ടാണ്, അല്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ വളരെ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഈ ഒരു മേജർ ഹൈ, അതായത് ഈ ഒരു 3057 എന്നുള്ളത് ബ്രേക്ക് ചെയ്ത് 60 ബ്രേക്ക് ചെയ്ത് 80 വരാം. 80 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു 3130 വരെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നല്ലൊരു പൊസിഷനാണ്. പ്രൈസ് ഇപ്പോഴും നല്ല ബുള്ളിഷാണ്. ബൈയിലേക്കുള്ള സാധ്യതകൾ നോക്കുക. സെല്ലിലേക്ക് ഇതേപോലെ കിട്ടുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റിലൊരു എക്സ്ട്രീം ഓബി ഉണ്ട്. ഈ 50 മിനിറ്റിൽ എക്സ്ട്രീം ഓബിയിൽ നിന്ന് പ്രൈസ് വരാം. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ എടുത്തതിന് ശേഷമായിരിക്കും, ലിക്വിഡിറ്റി ഗ്രാബ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതിന് ശേഷം ഇവിടെ 50 മിനിറ്റ് ചിലപ്പോൾ ബ്രേക്ക് ഫ്രക്ചർ തരാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 50 മിനിറ്റിൻ്റെ ഇതിൻ്റെ മുകളിലുള്ള ഒരു ചേഞ്ച് ഓഫ് കാറ്റ് വന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ബ്രേക്ക് ഫ്രക്ചറിൽ നിന്നായിരിക്കും ഒരു പുൾ ബാക്ക് വരുന്നത്. ആ പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ ബൈ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരാഴ്ചയായിരുന്നു, ഒരുപാട് ട്രേഡ്സും കാര്യങ്ങളുള്ള ഒരാഴ്ചയായിരുന്നു. അതേപോലെ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് ട്രേഡുകൾ ലൈവായിട്ട് ഇട്ടൊരു ആഴ്ചയും കൂടിയായിരുന്നു. ഒരുപാട് മിക്കതും തന്നെ നല്ല റിയാക്ഷൻ ഉണ്ടായിരുന്നു. കറൻസികളൊക്കെ ആണെങ്കിൽ എല്ലാം ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗോൾഡ് ബൈ ആണ്. സെല്ലിലേക്കുള്ള സാധ്യതകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് കുറച്ച് നാളുകളായിട്ട് നല്ല ബുള്ളിഷ് ആയിരുന്നു അല്ലേ. നമ്മൾ ആ ഒരു ഡേയുടെ എക്സ്ട്രീം ഓബിയിൽ നിന്ന് പ്രൈസ് എടുത്തിട്ട് ആ ഒരു മൂവ്മെൻറ്റ്സ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസമായിട്ട് പ്രൈസ് മൂവ് ചെയ്തു അല്ലേ. നമ്മൾ മന്തിൻ്റെ ഇൻറ്റേർണൽ ഈ ലിക്വിഡിറ്റി എടുത്തപ്പോൾ പറഞ്ഞതാണ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. ഇവിടെ നല്ല IFC ക്യാൻഡിലുണ്ട്. പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വന്ന പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും പോവാം. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ ചെറിയൊരു മിറ്റിഗേഷൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ അവിടെയോ അതില്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും ലോവർ ടൈം ഇതിനേക്കാളും ലോവർ ടൈം ഫ്രെയിമിലുള്ള POയിൽ പ്രൈസ് വന്ന് ടച്ച് ചെയ്യാം. നമുക്ക് വീക്കിലേക്ക് നോക്കാം കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചത്. നമ്മൾ വീക്കിലി ഇവിടെ ഒരു ഇൻറ്റേർണൽ OB വരച്ചിട്ടുണ്ട്. ഈ OB റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഹൈ എടുത്തെടുത്തിട്ടാണ് റിയാക്ട് ചെയ്യുന്നുണ്ട് പ്രൈസ്. ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് കയറിയ ആ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ എന്നാൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ആഴ്ച ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കാം. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ടോ ആ ഒരു റിയാക്ഷനാണ് ഇത്രയും ദിവസമായിട്ട്. ഏകദേശം മാർച്ച് 6 മുതൽ മാർച്ച് 21 വരെ അല്ലേ, ഏകദേശം ഒരു 16 days ആയിട്ട് പ്രൈസ് എന്ത് ചെയ്ത് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് പ്രൈസ് താഴേക്ക് വന്നത്. ഇവിടേക്ക് ഇങ്ങനെ പ്രൈസ് വീണ്ടും ഹൈ എടുക്കും, വീണ്ടും ഹൈ. പക്ഷേ ഇവിടെയൊക്കെ നല്ല റേഞ്ച്. ഹൈ എടുക്കുമ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്തു, ലോ എടുത്ത പ്രൈസ് റിയാക്ട് ചെയ്തു, ഹൈ എടുത്ത പ്രൈസ് റിയാക്ട് ചെയ്തു, വീണ്ടും ഹൈ എടുത്ത പ്രൈസ് റിയാക്ട് ചെയ്തു, ലോ എടുത്തപ്പോൾ റിയാക്ട് ചെയ്തു, ഹൈ എടുത്തപ്പോൾ റിയാക്ട് ചെയ്തു, വീണ്ടും ഹൈ എടുത്തപ്പോൾ റിയാക്ട് ചെയ്തു, വീണ്ടും ഹൈ എടുത്തപ്പോൾ റിയാക്ട് ചെയ്തു. അപ്പോൾ ഹൈ എടുത്തപ്പോൾ റിയാക്ട് ചെയ്തു, ഹൈ എടുത്തപ്പോൾ ഇവിടെ ലോ എടുത്തപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള റിയാക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് മിക്കവാറും അടുത്ത ആഴ്ചയും കറൻസി ഒരു സംഭവം ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ സെല്ലിലേക്ക് പലവട്ടം ഞാൻ എടുത്തതാണ്. പക്ഷേ അതൊന്നും നമുക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് പ്രൈസ് കിട്ടിയില്ല. ഇപ്പോൾ 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മേജർ ഹൈ ആയിട്ട്. വിക്ക് ബ്രേക്ക് നടത്തി, ഇവിടെ വിക്ക് ബ്രേക്ക് നടത്തി, ഇവിടെ വിക്ക് ബ്രേക്ക് നടത്തി, ഇവിടെയും വിക്ക് ബ്രേക്ക് നടത്തി, ഇവിടെയും വിക്ക് ബ്രേക്ക് നടത്തി, ഇവിടെയും വിക്ക് ബ്രേക്ക് നടത്തി. 4ന്റെ ബ്രേക്ക് സ്ട്രക്ചർ ബുള്ളിഷ് ബ്രേക്ക് സ്ട്രക്ചർ കൺഫേം ചെയ്യിക്കുന്നില്ല. അവിടെ എല്ലാം ലിക്വിഡിറ്റി ഗ്രാബാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് നടന്നത് കൊണ്ട് തന്നെ പ്രൈസ്
ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യത ഒരുപാട് തവണ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ സെല്ലേഴ്സ്. അപ്പോൾ പ്രൈസ് ഒന്ന് ഇനി ബിയറിഷിലേക്ക് വന്ന് ഈ 4 ഹവറിൻ്റെ ഓബിയിലേക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ബൈ ചെയ്തേക്കുക. നല്ലൊരു ലോങ് ടൈം ബൈ തന്നെ നിങ്ങൾക്ക് എടുക്കുക. ഇപ്പോൾ ഡേയുടെ ഇൻറ്റേണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ ഓൾറെഡി ഡേകളുടെ ഇൻറ്റേണൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും വരികയാണെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരിക്കും ആ ഒരു പൊസിഷൻ വന്നെ. ഡേയുടെ ഇൻറ്റേണൽ ഇതാണ്. ഇൻറ്റേണൽ എടുത്ത് ഇനി നല്ല ബുള്ളിഷിലാണ് പോകണമെങ്കിൽ അതും എടുത്ത് പോകാം കേട്ടോ. എന്താ വെച്ചാൽ ഡേയുടെ ഇൻറ്റേണൽ എപ്പോഴൊക്കെ ഇവിടെ നിന്ന് എടുത്തു ഡേയുടെ ഇൻറ്റേണൽ പോയി ഇവിടെ നിന്ന് എടുത്തു ഡേയുടെ. അപ്പോൾ ഈ ഒരു എൻട്രിയുടെ കണ്ടിന്യൂഷൻ എൻട്രികളാണ് ഈ എൻട്രി ഏകദേശം 50% മേളിൽ പോയി. ഇനിയിപ്പോൾ ഒരു കണ്ടിന്യൂഷൻ എടുത്തിട്ട് ഈ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ട് ഈ മേജർ ഹൈയും വെച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടത്തരമാണ്. പ്രൈസ് ചിലപ്പോൾ നല്ല രീതിയിൽ താഴേക്കൊന്ന് ബ്രേക്ക് അടിക്കുക. ഇനി പ്രീവിയസ് ഹൈ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി ആക്കണമെങ്കിൽ ഈ ഹൈ തന്നെ ടാർഗറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനിയും ഇൻറ്റേണൽ കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 4 ഹവറിൻ്റെ കണ്ടു, നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വരുമ്പോൾ പ്രൈസ് എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. 1 ഹവറിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബിയറിഷിലേക്ക് ഒരു ചേഞ്ച് ഓഫ് കാർട്ട് ഉണ്ട്. 1 ഹവറിൻ്റെ ഒരു ഒബിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും പ്രൈസ് റിയാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലേ. മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങൾക്ക് ബൈയിലേക്കും സെല്ലിലേക്കുള്ള സാധ്യതകൾ തരും. അപ്പോൾ പ്രീവിയസ് ഹൈ പ്രീവിയസ് ലോ തന്നെ എടുക്കുന്ന ഏത് സ്ട്രക്ചർ മാപ്പിൻ്റെ ട്രേഡാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ 10, 15, 20, 30 വിപ്പൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന. ഒരു 50, 70, 80 വിപ്പൊന്നും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ 50 മിനിറ്റിൽ നോക്കിയാലും പ്രൈസ് ബിയറിഷിലാണ്. നമുക്ക് ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴും റിയാക്ഷൻ എടുക്കാൻ നമുക്ക് ഈ ഒരു സെല്ലൊക്കെ നോക്കാം. 2 സൈഡിലേക്കും എടുക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ യൂറോ യുഎസ്ഡിയിലേക്ക് വരാം. യൂറോ യുഎസ്ഡിയിലൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല ട്രേഡ്സുകളാണ്. യൂറോ യുഎസ്ഡിയിൽ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, തിരിച്ച് ബുള്ളിഷിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് പ്രൈസ് ആ റേഞ്ചിൽ നിന്നിട്ട് ഈ മാസം നല്ല ബുള്ളിഷിലേക്ക് ആവുന്ന കറൻസികൾക്കെല്ലാം തന്നെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടിയായിരുന്നു. നമുക്ക് വീക്കിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച നല്ല ബുള്ളിഷായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രൈസ് ഒരു ഹൈ എടുത്ത് ആ ഒരു ലോ എടുത്ത് റിയാക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് വീക്കിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യൂല എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും. ഒരു 50% റിയാക്ട് ചെയ്യും. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലെ സ്ട്രക്ചർ മാപ്പ് അങ്ങനെ ചേഞ്ച് ഓഫ് കാർട്ട് തന്നു. ഡേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേയിലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ഹൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഐഡിയമായിട്ട് എടുക്കാം. അപ്പോൾ ഡേയുടെ ഐഡിയം എടുത്ത് പ്രൈസ് റിയാക്ട് ചെയ്ത് വീണ്ടും ആ ലോ എടുത്തിട്ടുണ്ട്. വിക്ക് ബ്രേക്ക് അല്ല, ബോഡി ബ്രേക്കാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിസിഷൻ ഓബി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രീമായിട്ടൊരു വിക്ക് ഓബിയുമാണുള്ളത്. അപ്പോൾ ഈ പൊസിഷനിൽ വരാം. അതേപോലെ ഈ ഓർഡർ ഫ്ലോ നോക്കുക. ഈ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് ട്രിഗർ ചെയ്ത് പോകാം. ഓർഡർ ഫ്ലോ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ നിന്നൊക്കെ കിട്ടുമെങ്കിൽ അതിലേക്ക് ഇരിക്കും പ്രൈസ് വന്ന് പോകുന്ന. കറൻസി ആയതുകൊണ്ട് ആ ഓർഡർ ഫ്ലോയിൽ നിന്നും കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വരുമ്പോഴും നമുക്ക് 4 ഹവറിൻ്റെ എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ കയറാമോ വെച്ചാൽ പ്രൈസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഈ ആഴ്ച വലിയ കാര്യമായിട്ട് ഫണ്ടമെൻ്റലൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ, നല്ല ന്യൂസൊന്നും പോസിറ്റീവായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് തന്നെ ഇറങ്ങി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. 4 ഹവറിൽ 1 ഹവറിലാണെങ്കിൽ ചേഞ്ച് ഓഫ് കാർട്ടായി ഈ ഒരു PO ഒക്കെ റിയാക്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ബൈ നല്ല രീതിയിൽ നോക്കാവുന്നതാണ്. 2 സൈഡിലേക്ക് ഇനി എടുക്കാവുന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ 50 മിനിറ്റിൽ ഞാനിത് വരക്കാറില്ല. 1 ഹവർ വരെ ഞാൻ വരക്കാറില്ല. GBP USD ഗോൾഡൊക്കെയാണ് 50 മിനിറ്റ് വരെ വരക്കുന്നത്. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. അതിലും നല്ല നല്ല ട്രേഡ്സുകൾ ഉണ്ടായിരുന്ന ഒരാഴ്ച കൂടിയായിരുന്നു. നമുക്ക് ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്, എന്നാൽ പക്ഷേ ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഒരു ബിയറിഷാണ്. കഴിഞ്ഞ 2 ആഴ്ച ബുള്ളിഷാണെങ്കിൽ പക്ഷേ ഇതൊരു റേഞ്ചിൽ തന്നെയാണ് ഈ പൊസിഷനിൽ നിൽക്കുന്നത്. കണ്ടോ, നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം അല്ലേ. പ്രൈസ് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് വന്നിട്ട് വീണ്ടും ഈ ഒരു ഹൈ എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടൊന്ന് റിയാക്ഷൻ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് പ്രൈസ് ബിയറിഷിലേക്ക് മൂവ് ചെയ്തിട്ട് നമ്മൾ എൻട്രീസൊക്കെ നമ്മൾ അതിൽ പറഞ്ഞതാണ് നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ. ഓൾറെഡി നമുക്ക് ഈ ഹൈ എടുത്ത സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രേഡുകളായിരുന്നു. നമുക്ക് 4 ഹവറിലേക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ആ റിയാക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താണ് നെക്സ്റ്റ് വീക്കുകളൊക്കെ പോയത്. നമുക്ക് ഇവിടെ നിന്ന് മുതലാണ് പ്രൈസ് വന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു OB റിയാക്ട് ചെയ്യാതെ ഫെയിലായിപ്പോയി, നേരെ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റേണലൊക്കെ നോക്കി നിങ്ങൾക്ക് സെല്ലും ബൈയൊക്കെ നോക്കാവുന്നതാണ്. 4 ഹവർ അതേപോലെ 1 ഹവറിൻ്റെ എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രൈസ് നല്ല പുൾ ബാക്ക് എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ബൈയിലേക്കും സെല്ലിലേക്കുമുള്ള ഓപ്പർച്യൂണിറ്റി
നല്ല രീതിയിൽ യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ മൺഡേ നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ട് വേണം ഇത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ഫുള്ളും 2 സൈഡിലേക്ക് നിങ്ങൾക്ക് ട്രേഡുകൾ നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് സ്ട്രക്ചർ മാപ്പിൻ്റെ POയിലാണോ വന്നത് ആ സൈഡിലേക്ക് നിങ്ങൾക്ക് കൺഫർമേഷനിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ള നല്ല നല്ല ട്രേഡുകൾ എല്ലാവർക്കും എടുക്കാൻ പറ്റട്ടെ. നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇടുന്ന ട്രേഡുകൾ ഇഷ്ടംപോലെ ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല ട്രേഡുകൾ എടുക്കാൻ പറ്റിയില്ല, ഇത്രയും ട്രേഡ് ഉള്ളതുകൊണ്ട് സാധാരണ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക, നിങ്ങൾ എല്ലാവർക്കും കൂടി വേണ്ടിയാണ് അടക്കുന്നത്. നിങ്ങൾ മെയിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ഏത് പേരിലാണെന്ന് വെച്ചാൽ അതിൻ്റെ ട്രേഡുകൾ എടുക്കാൻ നോക്കുക. മറ്റേതല്ല എടുക്കുന്നില്ല എന്നെങ്കിൽ അത് ജസ്റ്റ് വിട്ട് കളയുക. അത് ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്. എല്ലാത്തിലും മൂവ്മെൻറ്റ് കിട്ടി എല്ലാത്തിലും പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. നമ്മളുടെ ഏതാണോ അത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതില്ലാതെ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഞാൻ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള വീക്ക് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് ഉറപ്പ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡ്സ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.